എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. എടാ പോലെ ആ വണ്ടി പോയിട്ട് എന്നെ പുറകെ വെക്കോ. കൗണ്ടന്മാരെക്കാൾ ഗ്ലാസ് അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, അങ്ങനെ 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി പൊങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് പാലക്കാടേക്ക് എത്തിയത്? എപ്പോഴാണ് പാലക്കാടേക്ക് അദ്ദേഹം ഈ ഒളിവ് ജീവിതത്തിന് ശേഷം എത്തിച്ചേർന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? പ്രതിഷേധക്കാർക്കിടയിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. 15 ദിവസത്തെ ഒളിവ് ജീവിതമായിരുന്നു. കർണാടകയിലെ ഏതോ ഫാം ഹൗസിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തിയത്. ഏതായാലും കേരളത്തിലില്ലായിരുന്നു. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ പുറത്തെത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ വാഹനത്തിലടക്കം ആളുകൾ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രതിഷേധ സൂചകമായി പതിക്കുകയാണ്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്, വിവരങ്ങൾ. അജിത്, ഏതായാലും ആ ചോദ്യത്തിന് ഉത്തരമായി രാഹുൽ പാലക്കാട് എത്തി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ രാഹുലിന്റെ വാഹനത്തിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത്. രാഹുലിന്റെ വാഹനത്തിന് മുമ്പിൽ കോഴിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. അതായത് നേരത്തെ തന്നെ അറിയിച്ചതുപോലെ പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ആ പ്രതിഷേധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഹുൽ